IPL ആദ്യ ജയം ലക്ഷ്യമിട്ട് മുംബൈ ഇന്ത്യൻസ് ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസാണ് എതിരാളികൾ. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, എത്രത്തോളം ശക്തമായ മത്സരമാണ് ഉണ്ടാകാൻ പോകുന്നത്? എന്താണ് മുംബൈയിൽ നിന്നുള്ള വിവരങ്ങൾ? പോരാട്ടത്തിന് വാങ്കഡെ സാക്ഷിയാകുമെന്നതാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, രാജസ്ഥാൻ 2 മത്സരങ്ങൾ ജയിച്ച് സഞ്ജു സാംസന്റെ നേതൃത്വത്തിൽ പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തി നിൽക്കുന്ന ഒരു ടീം. മുംബൈ ആവട്ടെ മുംബൈയുടെ ഹോമിലേക്ക്, അവരുടെ തട്ടകത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ കുറെ മുംബൈ ഫാൻസ് എനിക്കൊപ്പം ഉണ്ട് വാങ്കഡെ സ്റ്റേഡിയത്തിന് പുറത്ത്. രോഹിത് ശർമ്മയുടെ വലിയ ആരാധകനായിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും രോഹിത്തിന് വേണ്ടി സ്റ്റേഡിയങ്ങൾ കാണാറുള്ള ദീപക് എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ദീപക്, രോഹിത് ശർമ്മ फिर भी आ रहे लेकिन इस बार कैप्टन नहीं है. जी बिल्कुल, ये थोड़ा सा टफ टाइम है हमारे प्लेयर्स के लिए, पर क्या है कि परफॉर्मेंस करेंगे, अपने टीम को जिताना है. जैसे अहमदाबाद में उन्होंने अच्छी इनिंग खेली थी, फिर हैदराबाद में 200 के स्ट्राइक रेट से सभी प्लेयर ने अच्छा किया था. अभी वानखेड़े में मैच है, हमारा तीसरा मैच है, घर पे मैच है. तो घर पे तो सबको पता है, घर पे हर कोई शेयर होता है. तो अभी पुल शॉट सीधा मरीन ड्राइव पे जाएगा. लेकिन हार्दिक को कितना सपोर्ट दे रहे हैं आप लोग? देखो, एक्चुअली वो भी हमारे इंडियन टीम के प्लेयर है, तो सबको सपोर्ट बनता है, अपने टीम को सपोर्ट बनता है, अपने हीरो को सपोर्ट बनता है. तो एक क्या बोलते हैं, टीम वर्क एक काम आती है. तो आज हमारी टीम वर्क काम आएगी और मैच जीतेंगे हम लोग. अहमदाबाद में हार्दिक के अगेंस्ट बहुत लोग ऐसा फैंस लोग कुछ ऐसा बैड बिहेवियर हमने देखा, तो मुंबई में कैसे होगा, आप कैसे लेंगे? देखिए, इस बारे में तो बोल नहीं सकता मैं, क्योंकि मुंबई से राजा रोहित शर्मा ऑलवेज, और एक ही अर्मा रोहित शर्मा. तो बस सबकी मेंटेलिटी अलग है, अपने प्लेयर्स को सपोर्ट करते हैं, अपने प्यार दिखाते हैं, बस वही है. तो आज मुंबई में दिखाएंगे रोहित शर्मा को प्यार. രോഹിത് ശർമ്മയുടെ വലിയ ആരാധകരാണ്. രോഹിത് കളിക്കും, പക്ഷേ രോഹിത് ഇത്തവണ ക്യാപ്റ്റൻ അല്ലാത്തൊരു വിഷമം ഇവരാരും മറച്ചു വെക്കുന്നില്ല. പക്ഷേ ഒരു ടീമായി കളിക്കുക. ഇനിയിപ്പോൾ ഹാർദിക്കിന് വേണ്ടി, രോഹിത്തിന് വേണ്ടി, അങ്ങനെ താരങ്ങൾക്ക് വേണ്ടി മാറി മാറി ജയ് വിളിക്കേണ്ട സാഹചര്യം ഇല്ല. കുറച്ച് ലേഡീസ്, വനിതാ ആരാധകർ കൂടിയുണ്ട്. രോഹിത് का बड़ा फैन है क्या? बहुत बड़ा, सबसे बड़ा. मुंबई का राजा रोहित शर्मा, ओनली रोहित शर्मा. മുംബൈക്കാരുടെ ഒരു വികാരമാണ് കേട്ടോ. മുംബൈയിലെ ആളാണ് രോഹിത്, മുംബൈയിൽ കളിച്ചു വളർന്നിട്ടുള്ള താരമാണ്. അതുകൊണ്ട് രോഹിത്തിന് വേണ്ടി ആർത്ത് വിളിക്കാനുള്ള ആരാധകർ ഏതായാലും ഗ്രൗണ്ടിൽ കാണും. അതിനപ്പുറത്തേക്ക് മുംബൈ ഇന്ത്യൻസ് എന്ന ടീമിന് വേണ്ടിയും ആളുകൾ നിൽക്കും. ഏതായാലും 2 മത്സരങ്ങൾ തോറ്റു നിൽക്കുന്ന ഒരു ടീമെന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈയിലേക്ക് വീണ്ടും എത്തുമ്പോൾ ഒരു വിജയത്തിലൂടെ ടൂർണമെന്റിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമമായിരിക്കും മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. പക്ഷേ സൂര്യകുമാർ യാദവിനെ പോലെയുള്ള കളിക്കാരന്റെ അഭാവം പലപ്പോഴും ടീമിൽ കാണുന്നുണ്ട്. ആ അഭാവത്തെയൊക്കെ മറികടക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി കഴിയും. മറുവശത്ത് സഞ്ജു സാംസൺ ആണ്, നമ്മുടെ സഞ്ജു സാംസൺ ആണ് രാജസ്ഥാനെ നയിച്ചെത്തുന്നത്. ഒബ്വിയസ്ലി നമുക്ക് മലയാളികൾക്ക് ഒരു പക്ഷേ കുറച്ചധികം താല്പര്യം രാജസ്ഥാനോട് ഉണ്ടാകും. ഏതായാലും മുംബൈയിൽ നമുക്ക് കാണാം, രാജസ്ഥാനാണോ മുംബൈ ആണോ, രാജസ്ഥാൻ അവരുടെ വിജയം തുടരുമോ അല്ല മുംബൈ വിജയ വഴിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം. ശരി ശ്രീനാഥ്, എന്തായാലും വലിയ ആവേശത്തിലാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകർ. ഇന്ന് ഹോം ഗ്രൗണ്ടിലേക്ക് കളിക്കാനെത്തുമ്പോൾ ഏത് തരത്തിലായിരിക്കും ആവേശം എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. IPL ആദ്യ ജയം ലക്ഷ്യമിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഇറങ്ങുക. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസാണ് എതിരാളികൾ. വിവരങ്ങളാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത്.